സർ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തീകരിക്കാതിരുന്ന ചർച്ചയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മന്ത്രി ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ചില കാര്യങ്ങളിങ്ങനെ തെറ്റായ കാര്യങ്ങൾ വലിയ സത്യമാണെന്ന രീതിയിൽ അവതരിപ്പിക്കാൻ എന്നുള്ളത് ചിലർക്കുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റോങ് ഫാക്ട്സ്, തെറ്റായ കാര്യങ്ങൾ വലിയ തത്വശാസ്ത്രം പോലെ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അവർ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ ധരിപ്പിച്ച സഭയെ തന്നെ പലയാവർത്തി പറഞ്ഞ് ഇങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കൗണ്ടർ ആർഗ്യുമെൻ്റ് പറയുമ്പോൾ അവിടെ നിന്ന് എപ്പോഴും പറയുന്നത് നിങ്ങൾ കേരളത്തിനെതിരാണ്. എത്രയോ വട്ടം ഇവിടെ നിന്ന് മന്ത്രിമാർ ഞങ്ങൾ പ്രതിപക്ഷത്ത് നോക്കി നിങ്ങൾ കേരളത്തിനെതിരാണോ എന്ന് ചോദിക്കുകയാണ്. ഈ സ്ട്രാറ്റജി ഫിലോസഫി ആര് കൊണ്ടാണെന്നറിയോ? അമേരിക്കയുടെ ഫിലോസഫിയാണ്. അമേരിക്ക ഇറാഖുമായിട്ട് യുദ്ധം നടത്തുമ്പോൾ അവർ പ്രഖ്യാപിച്ചു, ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരാണ്. അതായത് നിങ്ങൾ ഇറാഖിൻ്റെ കൂടെയാണ്. ഇതാണ് അവരുടെ പ്രപ്പോസൽ എന്ന് പറഞ്ഞ് നിങ്ങൾ പറയണതിനെ എല്ലാം നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം കേരളത്തിൽ അങ്ങനെയൊന്നും ആ ഒരു നിലപാടും ആ രീതിയൊന്നും ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് കൺസ്ട്രക്റ്റീവായ ഒരു പ്രതിപക്ഷമാവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ആ ഒരു ആറ്റിറ്റ്യൂഡ്സ് എപ്പോഴും കാണിച്ചിട്ടുള്ളവരാണ് UDF അല്ലെങ്കിൽ ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കോവിഡ് മഹാമാരി വന്നു. കോവിഡ് മഹാമാരിയെ ഗവൺമെൻറ് നേരിടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നു. സ്വാഭാവികമായിട്ടും കോവിഡിൻ്റെ മാനേജ്മെൻറ്റിൽ ഒത്തിരി വീഴ്ചകൾ ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് നേതാക്കന്മാർ അറ്റാക്ക് ചെയ്യേണ്ടെന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താ, ഒരു മഹാമാരിയുടെ കാലമാണ്. ആ സമയത്ത് ആളുകളുടെ ഒരു അവിശ്വാസം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ബഹുമാനായ KPC പ്രസിഡന്റും അതുപോലെ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയും ഏതാനും കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ എല്ലാവരും സൈലൻസ് പാലിച്ചു. പക്ഷെ നിങ്ങൾ ആ സമയം അവസരം പോലെ എടുത്ത് നല്ല PR എക്സസൈസ് നടത്തി ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ കോവിഡിനെ മാനേജ് ചെയ്ത് ഞങ്ങളാണ് എന്ന വലിയ പ്രതീതി ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ഏറ്റവും ഒടുവിൽ ഞാൻ ഓർത്തു പോകുന്നത് കേരളത്തോട് പറയാണ്, എങ്ങനെയാണ് കോവിഡിനെ നിങ്ങൾ ഇത്ര സമൃദ്ധമായി നേരിടുന്നതെന്ന് അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു എന്ന് പറയുകയാണ് ഞങ്ങൾ. നമ്മൾ അതുവരെ ഈ കേരളം ചർച്ചേൻ്റെ സ്ഥിതി ഉണ്ടായി. എന്നിട്ട് ഇപ്പോൾ വരുന്ന കണക്കുകൾ എന്താണ്? കോവിഡിൽ ഏറ്റവും കൂടുതൽ മരണനിരക്കുണ്ടായ സംസ്ഥാനം ഒന്ന് കേരളമാണെന്നും ആ കണക്കുകൾ മറച്ചു വെച്ചു എന്നും ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ നറേറ്റീവ് എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ നമ്മളെന്തോ വലിയ സംഭവം നിങ്ങൾ എത്രയോ പേര് ഇവിടെ ആവർത്തിച്ചു പ്രസംഗിച്ചപ്പോൾ. കാരണം ഞങ്ങൾക്ക് കേരളം നമ്പർ 1 റാങ്ക് കിട്ടി. റാങ്കിങ്ങിൽ നിങ്ങൾ പലരും ഇപ്പോഴും വിശ്വസിക്കണമെന്ന് എനിക്കറിയാം. കേരളത്തിന് കേന്ദ്ര സർക്കാർ റാങ്ക് നമ്പർ 1 കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് വെറുതെ പറയുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വാഭാവികമായിട്ട് ഫാക്ട്സ് ചർച്ച ചെയ്യുന്നതിന് തെറ്റില്ലല്ലോ. കേരളം ഒട്ടും ഇമ്പ്രൂവ് ചെയ്തൊന്നും ചെയ്തില്ല എന്നും ഞങ്ങളാരും പറയുന്നില്ല. ഇതിൻ്റെ അകത്തിന് ഇപ്പം ഞാൻ വേറെ ആരുടെയും വാർത്തയിലേക്ക് പോകുന്നില്ല. അതായത് മിനിസ്റ്റർ രാജീവ് തന്നെ, ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയാം. ദിസ് ടൈം നോട്ട് ഓൺലി ഇൻ കേരള ഇൻ ദ ടോപ്പ് അച്ചീവേഴ്സ് കാറ്റഗറി, but we are also the state that has topped in 9 of the 30 reform parameters, the most among all states in the country. In a sense, we can call ourselves first among equals, Minister for Industries P. Rajeev told in Delhi. അതായത് അദ്ദേഹം തന്നെ, ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം നിൽക്കും. കാരണം ഇൻ എ സെൻസ് നമുക്ക് നമ്മളെ തന്നെ അതൊക്കെ പറയാം. പക്ഷേ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം ട്യൂൺ മാറ്റുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു മിനിമം ഓണസ്റ്റി ഉണ്ടായിരുന്നു. ഇതൊരു സത്യസന്ധമായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കൺസ്യൂമർ സെൻട്രിക് ആയിട്ടുള്ള റിഫോംസിൽ 7 പൊസിഷൻ നമുക്ക് വന്നു, 2 പൊസിഷനിൽ ബിസിനസ് സെൻട്രിക്കിൽ വന്നു. എൻ്റെ ബിസിനസ് സെൻട്രിക്കിൽ ആന്ധ്രയ്ക്ക് 5 അടക്കം കിട്ടിയ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. അതാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ. നമുക്ക് കൺസ്ട്രക്റ്റീവായി ക്രിയേറ്റീവായി ഡിസ്കസ് ചെയ്യുന്നതിന് തടസ്സമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം റാങ്കിങ് നമ്പർ കേരള നമ്പർ 1 റാങ്ക് നമ്പർ 1 എന്ന് 1000 വട്ടം ഞങ്ങൾ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ അഗൈൻസ്റ്റ് കേരള. അങ്ങനെ കള്ളത്തരം പറഞ്ഞ് വ്യാജം പറഞ്ഞ് പ്രചരിപ്പിച്ച് കടന്നു പോകുമെന്ന് വിചാരിക്കരുത്. വി വിൽ ബി ഫോഴ്സ്ഡ് ടു എക്സ്പോസ് യു. അത് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ ഡിനൈ ചെയ്യുന്നു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LSGD മിനിസ്റ്റർ കൂടി ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള 2 കാര്യങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിൽ റെഫറൻസ് വന്ന LSGD ഡിപ്പാർട്ട്മെൻറ്റാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്കോർ 2. അതെല്ലാം കൺസ്യൂമർ സെൻട്രിക് ആണെന്നുള്ളതാണ് പ്രശ്നം. ബിസിനസ് സെൻട്രിക്കൽ. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് നമ്മളെ പോലെ കോപിക്കണം, അല്ലെങ്കിൽ ബോളുണ്ടാക്കണം? അതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയണം. മാത്രമല്ല ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന പല കാര്യങ്ങളും, ഈ നോട്ട് ഈസ് ഓഫ് ബിസിനസ് ബട്ട് ഈസ് ഓഫ് കറപ്ഷൻ, അതാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ,
ഇത് ഞാൻ പറഞ്ഞ എൻ്റെ വാചകമല്ല. യു ഓൾ ക്യാൻ റീഡ് ടുഡേസ് ന്യൂസ് പേപ്പർ. കേരള സർക്കാർ എങ്ങോട്ടാണ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നോട്ട് ഈസ് ഓഫ് ബിസിനസ് ബട്ട് ഈസ് ഓഫ് കറപ്ഷൻ എന്നാണ് ഈ പലതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സർ ഞാനൊരു കാര്യം ഇപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്രപ്പോസൽസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ എന്തായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്? ഇൻഡസ്ട്രിയൽ മേഖലയിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് വരുന്നത് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? സർ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി 4 കഴിഞ്ഞ് ഇൻഡസ്ട്രി 5ലേക്ക് കടന്ന കാലഘട്ടമാണ്. നിങ്ങൾ കൊണ്ടുവന്ന റിഫോം എന്താണ്? നിങ്ങൾ കൊണ്ടുവന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഭാഗമായിട്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അല്ലെങ്കിൽ K-SWIFT വഴി എല്ലാത്തിനും അനുമതി കൊടുക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പറയണം, K-SWIFT വഴി അനിയന്ത്രിതമായി നിങ്ങൾ ഇൻഡസ്ട്രീസിന് അനുവദിച്ചപ്പോൾ ഏത് ഇൻഡസ്ട്രിയാണ് സാർ വന്നത്? ഏത് ഇൻഡസ്ട്രിയാണ്? ഞങ്ങളുടെ ചുറ്റും കണ്ട കാഴ്ചകൾ പറയാം. അനിയന്ത്രിതമായി ഒരുപാട് പ്ലൈവുഡ് ഫാക്ടറികൾ വന്നു, ഒരുപാട് ടാർ പ്ലാന്റുകളോ അങ്ങനെയുള്ള ബിസിനസ്സുകൾ വന്നു. ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്, അദ്ദേഹത്തോട് എനിക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ആകെ നേരിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം, അതായത് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തൊരു നിയമമില്ല. അതായത് ഒരു പ്ലൈവുഡ് ഫാക്ടറിക്ക് വേണ്ട പാരാമീറ്റേഴ്സും നോംസും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടുത്ത് വന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള പാരാമീറ്റേഴ്സ് ഇല്ല. ഇത് കൂണ് മുളയ്ക്കുന്ന പോലെ ചുറ്റും വരുമ്പോൾ ഒരു ക്ലസ്റ്റർ സിറ്റുവേഷൻ ഫോം ചെയ്യുമെന്നും അത് അഡ്രസ്സ് ചെയ്യാനുള്ള ലോ നമ്മുടെ കയ്യിലില്ല എന്നും അത് ഗുരുതരമായ അപകടത്തിലേക്കും പരിക്കിലേക്കും കൊണ്ടുപോകുമെന്ന് അങ്ങോട്ട് നേരിട്ട് ഞാൻ ഏതാണ്ട് 1.5 വർഷം മുമ്പ് പറഞ്ഞു. വി നീഡ് എ ലോ. പക്ഷേ ഈ K-SWIFT വന്നാണ്. പക്ഷേ ഏതായിരുന്നു സാർ വേണ്ടിയിരുന്നത്? ഇപ്പം ഞങ്ങൾ പ്രതിപക്ഷ എന്ന നിലയ്ക്ക് ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ പറയായിരുന്നു, നിങ്ങൾ K-SWIFT അനുമതി കൊടുക്കേണ്ടതാ ഇൻഡസ്ട്രി 4 and 5 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും അതുപോലെ 3D പ്രിൻറ്റിങ്ങിൻ്റെയും ഒക്കെയാണ്. അതുപോലുള്ളതിന് നിങ്ങൾ K-SWIFT വഴി കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ധാരാളം വരും. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇവിടെ മിനിസ്റ്റർ ഇവിടെ ഈ നിയമസഭയിൽ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റിയില്ല, ധാരാളം നിലപാടുകൾ മാറ്റി. അതായത് ഓരോരുത്തരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾ മാറ്റി. സ്വകാര്യ സർവകലാശാല അഭിമാനത്തോടുകൂടി നിങ്ങൾ അവതരിപ്പിക്കുന്നു. അതുപോലെ ഭൂപരിഷ്കരണ നിയമത്തിൽ അഭിമാനത്തോടു കൂടി നിങ്ങൾ നിയന്ത്രണം ലഘൂകരിക്കുന്നു. അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങൾ ഇറ്റ്സ് ഓൾ വെൽക്കം, വി ഓൾ സപ്പോർട്ട് ചെയ്ത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഡയലോഗുണ്ട്, കാലം മാറുന്നതനുസരിച്ച് മാറാതിരിക്കാൻ കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് എന്നും ഒരിടത്തും ഒന്നോട് നിൽക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നയം മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്, നയങ്ങളിൽ കാതലായ മാറ്റം വരുത്തിയെന്നത് ശരിയാണ്. പക്ഷെ ഞങ്ങളുടെ പ്രോബ്ലം വാട്ട് വി ആർ സേയിങ്, നിങ്ങളിത് തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേനും വി ലോസ്റ്റ് ദ ഓപ്പർച്യൂണിറ്റി. ഒരു കാലഘട്ടം മുഴുവൻ കടന്നുപോയി, എല്ലാ അവസരവും ഒരു യുവത്വത്തിന് ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് എന്ത് കാര്യം? അത് കാലം മാറിയിട്ടല്ല മാറേണ്ടത്, കാലത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം മുൻകൂട്ടി കണ്ട് മാറുന്നതിലാണ് ഒരു ഭരണകർത്താവിൻ്റെയും ഭരണാധികാരിയുടെയും പാർട്ടിയുടെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും വിജയം. അങ്ങനെയാണ് വേണ്ടത്. കാലം മാറിക്കഴിയുമ്പോൾ നമ്മൾ മാറിയിട്ട് കാര്യമുണ്ടോ? ബൈ ദ ടൈം ദ ബസ് ഇസ് ഗോൺ. സോറി, ഞാൻ ഇന്നത്തെ ഡിമാൻഡ് ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങയോട് പറയേണ്ട 1-2 കാര്യം ഞാൻ ഇന്ന് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അന്ന് എനിക്ക് അദ്ദേഹം ഈൽഡ് ചെയ്ത് സമയം പ്രോപ്പറായിട്ട് കിട്ടിയില്ല. സർ, പോലീസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായ ഒരു പോലീസ് സേനയാണ് നമുക്കുള്ളത്. പക്ഷേ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കിയാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് വെച്ച് നോക്കിയാലും മാൻ പവർ വെച്ച് നോക്കിയാലും കേരള പോലീസിൻ്റെ ഒരു എഫിഷ്യൻസി ഈസ് ഇൻ എ ഡിക്ലൈൻ എന്ന് ഞാൻ നിർഭാഗ്യവശാൽ പറഞ്ഞു. കാരണം വി ആർ നോട്ട് ഗിവിംഗ് ദം സഫിഷ്യൻറ്റ് സപ്പോർട്ട്. ഐ മീൻ വി ഹാവ് ദ ബെസ്റ്റ് പോലീസ് ഫോഴ്സ് ഇൻ ദ കൺട്രി. ബട്ട് സ്റ്റിൽ പല സമയത്തും അവരെ നമ്മൾ ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആക്കുകയാണ് സർ. ഒരിക്കലും ചെയ്യരുത്. പോലീസിൻ്റെ യൂണിഫോമിനെ ജനം റെസ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ കർത്തവ്യവും അവർ നിർവഹിക്കുന്ന ഡ്യൂട്ടിയെ പ്രതിയാണ്. പോലീസ് സ്റ്റേഷനിൽ അങ്ങേക്ക് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം, പലപ്പോഴും അവർക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല, അവർക്ക് പലപ്പോഴും വണ്ടിയില്ല, അവരുടെ വണ്ടി പലതും വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേ ആർ ഡിപ്പെൻഡിങ് മെനി. അവരെ കൊണ്ട് നമ്മൾ മറ്റാളുകളുടെ പണം പിരിക്കേണ്ട സ്ഥിതി വരുന്നു. ഞാൻ അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ ഞാൻ ഒരു മിനിറ്റ് കൂടുതൽ വന്ന അങ്ങ് ഓക്കെ ശരി സമ്മതിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ KSU പ്രവർത്തകർ ആദിത്യനടക്കമുള്ള പിള്ളേർ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിൽ ഞാൻ ബോസ്റ്റർ സ്കൂളിൽ പോകാൻ ഇടയായി. ഞാനിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു. സാർ, ബോസ്റ്റർ സ്കൂളിലെ കാക്കനാട്ടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 66 പേർക്കാണ്. നിലവിലവിടെ 120 പേരുണ്ട്. ഞങ്ങളുടെ മോറ്റ സബ് ജയിലിൽ ഞാൻ അന്വേഷിച്ചു, 64 പേർക്കുള്ളതാണ് അവിടെയുള്ള സൗകര്യം. 130 പേരാണ് നിലവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാലത്തിന് പ്രത്യേകിച്ച് ബോസ്റ്റർ സ്കൂൾ പോലുള്ള കാര്യങ്ങളിൽ ഏറ്റവും ചെറുപ്രായത്തിൽ കുറ്റവാളികളായി വരുന്നവരെ നമ്മൾ റിഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇഫ് യു ഡോണ്ട് ലുക്ക് അറ്റ് ദെയർ, അവർക്ക് വേണ്ട ഇത് ചെയ്യുന്നില്ലെങ്കിൽ ദർ ഇസ് എ പ്രോബ്ലം. പിന്നെ മറ്റൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മൾ ഒരുപക്ഷെ ആ നമ്പേഴ്സ് പറയാത്തതിന് എന്തെങ്കിലും സ്ട്രാറ്റജിക് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല.
പക്ഷെ ധാരാളം നമ്പർ ഓഫ് ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ലെങ്കിൽ ഇമിഗ്രൻസ് ബംഗാളീസ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഞാൻ ധാരാളം ബംഗ്ലാദേശിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. ശരിയാണോ ഇല്ലയോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹൗ വി ആർ ടാക്ലിംഗ് ദ സെയിം? ശ്രീ ഈ ചന്ദ്രശേഖരൻ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് നിർത്തണം.